എന്താടി നോക്കുന്നത്? അങ്ങോട്ട് തുടക്കേ. അങ്ങോട്ട് മുന്നോട്ട് നീക്കി തുടക്കടി. എന്താ കിതച്ചിട്ടാ മാഡം? കൊറേ കാലായിട്ട് തടി അനങ്ങാത്തതല്ലേ, അതൊക്കെ തനിയെ മാറിക്കോളും. അങ്ങോട്ടിരുന്ന് ചെയ്യടി. ചെയ്യാൻ വാനോളം മൂടാം ഞാൻ അഴകേ നീൽ ചിറകുകൾ കവിതയാ വല്ലാത്തൊരു മാറ്റം. എന്ത് മാറ്റം? ഞാൻ പുറകെ വന്ന് ഒന്ന് തൊട്ടാ പോലും ഓടിക്കളയുന്ന ആള്, കുറച്ചു നേരം അടുത്ത് നിന്ന ടെൻഷൻ ആവുന്ന ആള്, ഇപ്പതേ മുല്ലമുട്ടും എടുത്ത് എന്റെ പുറകെ. അതാ ചോദിച്ചത്, എന്താ പറ്റിയെന്ന്. ഇനി അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നവീൻ എന്റേതല്ലേ, പിന്നെ എവിടെ വെച്ചായാലും ഞാൻ നവീന്റെ അടുത്തേക്ക് തന്നെ വരും. വെരി ഗുഡ്. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ പെരുമാറുന്നുണ്ട്. ഇത് തന്നെയാണ് എന്റെ കഥ. താങ്ക് യു. എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളെക്കാൾ സന്തോഷിക്കുന്ന മറ്റാരും ഉണ്ടാവില്ല. ഉറപ്പാ. നനവു തരുന്ന പോന്നുയിർ തളിർത്തൊടും പിന്നഴകേ. എന്റെ ഭാര്യയ്ക്ക് ഞാനൊരു സമ്മാനം തരട്ടെ. അലിവു തീരാത്തതാ ആരോടും വിഷമിക്കരുതെന്ന് പറഞ്ഞു. അച്ഛന് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ അതാ പോലീസുകാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. അനിയൻ കുഞ്ഞിനെ കുറിച്ച് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവര് നാട്ടിൽ വന്നത് ചോദിച്ചു നോക്കട്ടെ. ഇവിടെ ഏതെങ്കിലും ഒരാൾ അവനെതിരായിട്ട് ഒരു വാക്ക് പറയൂ? എന്റെ ഈശ്വര, എന്തിനാ ഇതൊക്കെ കാണിക്കാൻ എന്നെ ബാക്കി വെച്ചേക്കുന്നത്? ജീവിതത്തിൽ എത്രയോ കാലം അവൻ ഈ കിടപ്പ് കിടന്നിട്ടുണ്ട്, എന്നിട്ടും മതിയായില്ലേ ശത്രുക്കൾക്ക്? ദൈവത്തിന് ഒരു കരുണയില്ല. കിടന്നാൽ ഉറക്കം പോലും കിട്ടുന്നില്ല. കണ്ണടച്ച അവന്റെ രൂപം മനസ്സിൽ ഇങ്ങനെ നിൽക്കുക. അവൻ ഇവിടുന്ന് കൊണ്ടുപോയ നിമിഷം മുതൽ എന്റെ തലയ്ക്ക് വല്ലാത്തൊരു പെരുപ്പ മോള്.
അതൊന്നും തലയിൽ നിൽക്കുന്ന പോലുമില്ല. മൂർത്തി വിളിച്ചപ്പോഴും വക്കീല് വിളിച്ചപ്പോഴും ഒക്കെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അവന് ഞാൻ ചേച്ചി ആയിരുന്നില്ലല്ലോ, അമ്മയായിരുന്നില്ലേ അമ്മ. അമ്മായി, എനിക്കറിയാം മോളെ. മോളെ, മോൾ വിഷമിക്കണ്ട. ഈ ലോകത്തുള്ള ഏത് വക്കീലിനെ കൊണ്ട് ചെന്നിട്ടാണെങ്കിലും മോളുടെ അച്ഛൻ ഈ അമ്മായി രക്ഷിക്കും. നാളെ ഞാൻ പോയി കണ്ടോളാം അവനെ. ഞാൻ സമാധാനിപ്പിച്ചോളാം എന്റെ അനിയൻ കുട്ടനെ. എന്റെ പൊന്നു ദൈവമേ, എന്റെ അനിയൻ കുഞ്ഞിന്റെ മനസ്സിന് ഒരു ക്ഷീണവും തട്ടല്ലേ. ആർക്കും അതിന്റെ വേദന പറഞ്ഞ മനസ്സിലാവൂല. ഭർത്താവും മോനും ഒക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ അവന്റെ കൂടെ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാ? എന്റെ അനിയൻ കുട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാ. അമ്മയ്ക്ക് തലയ്ക്ക് നല്ല പെരുപ്പ് തുടങ്ങി മോളെ. കുറച്ചു നേരം ഞാനൊന്ന് കിടന്നോട്ടെ. എന്നെ കഴിക്കാനൊന്നും വിളിക്കല്ലേ, എനിക്ക് ഒരു വറ്റിറങ്ങൂല. എന്റെ ചങ്കിന് അത്ര വേദനയാ മോളെ. എന്റെ അനിയൻ കുഞ്ഞ്, അനിയൻ